മാപ്സി മീഡിയ എന്നതിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ അലിൻ ജോസ് പെരേരയാണ്. അപ്പൊ അലിൻ ജോസ് പെരേര കുറെ നാളായിട്ട് തിയേറ്ററിൽ ഒന്നും വരുന്നില്ല, റിവ്യൂ ഒന്നും ഇല്ല, ഒരു പരിപാടി ഇല്ല എന്നിങ്ങനെ നടക്കുവാണ്. അപ്പോ എന്താണ് അലിൻ ജോസ് പെരേര തിയേറ്ററിൽ വരാത്തത്? അതൊന്നും വർത്താനം കേട്ടാ പറഞ്ഞു. ഒരുപാട് പരിപാടിയില്ലെന്ന്, ഒരുപാട് പ്രോഗ്രാംസ് പോകണില്ലേ? വേറെ കുറെ പരിപാടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവനെ ആക്കി മാറ്റിയ ഒരു റിവ്യൂ സിസ്റ്റത്തിൽ നിന്ന് പുള്ളി മാറി. റിവ്യൂ സിസ്റ്റത്തിൽ നിന്ന് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് വിലക്കുണ്ടല്ലോ, അറിയില്ലേ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക വിലക്കിയില്ലേ? എന്താ കാരണം? നടിമാരെ കാരണം ഒരു സെൽഫി എടുത്തെന്ന് പറഞ്ഞ് നടിമാരെ ശല്യപ്പെടുത്തുന്നാകും. കാരണം ആറട്ടെണ്ണ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞൊരു പ്രായമുള്ളൊരു മനുഷ്യൻ നമുക്ക് ഒരു നമ്പർ വന്നപ്പോൾ പുള്ളിയുടെ പക്വതയിൽ ഞാൻ വിളിച്ചു മാന്യമായിട്ട് അന്വേഷിത്താരനെ വിളിച്ചിട്ട് പറഞ്ഞു രാമൻ്റെ നേതൃത്വം കൊള്ളാം, സൂപ്പറാണ് കേട്ടോ അഭിനയം എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. അപ്പം എന്നിട്ടും നമ്മളെപ്പറ്റി നമ്മൾ നടിമാരെ ശല്യപ്പെടുത്തി, മൊബൈൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് FIR ഇട്ടേക്കണേ. അപ്പം അത് വിളിച്ച് ഉപദേശിച്ചു വിട്ടു, ഇനിയൊരു പരാതി വന്ന് ഞാൻ അറസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ശരിയാണോ അത്? ശരിയല്ല. കാരണം എനിക്കൊരു പെങ്ങളുള്ളതാ. പെങ്ങളുടെ ഫോട്ടോ റിവീൽ ചെയ്തു കഴിഞ്ഞ ദിവസം. ഫോട്ടോ ഡിലീറ്റ് ചെയ്തു, വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ആശംസ വീഡിയോ ഇപ്പോൾ ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഞാനത് പറയാൻ കാര്യം, നമ്മൾ ഒരിക്കലും ഞാൻ നടിമാരെ ഒരിക്കലും വേറൊരു കണ്ണിൽ കണ്ടിട്ടില്ല. സ്വന്തം പെങ്ങളെപ്പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് മീഡിയ അറ്റൻഷന് വേണ്ടി കൃഷ്ണുണ്ടെന്ന് പറഞ്ഞു, അതെൻ്റെ വെളിവില്ലായ്മ. മനസ്സിലായോ? സന്തോഷ് വർക്കി നായകക്ക് 40 വട്ടം ക്രഷാണ് ഹൂട്ടാണ് സെക്സാണ് അങ്ങനെ പലതും പറയുമല്ലോ പുള്ളി. അപ്പം അതുപോലെ നമ്മൾ പറയില്ലല്ലോ. നമ്മൾ കുറച്ചുകൂടി വ്യക്തമാണ്, കുറച്ചുകൂടി ഇൻ്റർവേർട്ടാണ് കാര്യങ്ങളിൽ. കുറച്ചുകൂടി സെൻസിബിളാണ് കാര്യങ്ങളിൽ. പ്രായത്തേക്കാൾ കൂടുതൽ പക്വതയുണ്ട്. എൻ്റെ അപ്പോ ഇനി റിവ്യൂ ചെയ്യാനായിട്ട് തിയേറ്ററിൽ വല്ല എമ്പുരാനൊക്കെ റിലീസ് ആവാണ്. അപ്പൊ ഇനി റിവ്യൂ ഉണ്ടാവില്ല, വനിതയിലേക്കില്ല. കാരണം നമ്മളിപ്പോ ഷേണൈസ് ഉണ്ട്, പത്മയുണ്ട്, കവിതയുണ്ട്, ഒരുപാട് തിയേറ്റർ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 3 വേറെ തിയേറ്ററിലേക്ക് ഇനി ചേക്കേറാൻ പോവാണ്. ചേക്കേറാൻ പോകുകയില്ല, മാന്യമായിട്ട് പടം കാണും. എൻ്റെ കുറച്ച് ഫ്രണ്ട് സർക്കിളിൽ 1-2 മീഡിയക്കാരുണ്ട്, അവർ വന്ന് പടത്തിൻ്റെ ഒരു ബൈറ്റ് എടുക്കും. അല്ലാണ്ട് ഡാൻസ് ഒന്നും പാട്ടൊന്നുമില്ല. മാന്യമായിട്ട് പടം കൊള്ളാം, അല്ലെങ്കിൽ പടം കൊള്ളില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മറ്റേ ഓഫീസർ അടിക്ക് വല്ല പിടിച്ചില്ല, ഓഫീസറിൽ പിടിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. മൊത്തത്തില് കുഞ്ചാക്കോം കൊള്ളാം, ബാക്കി പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പടം എന്താ കഥ എന്ന് പറഞ്ഞേ? കട ഒരു സാഹസികമായിട്ടുള്ള കഥയാണ്. എനിക്കത് എനിക്ക് ഭയങ്കര ഹാർട്ടിൽ എന്തോ ഇപ്പോൾ ഹൃദയം നടിച്ചു പോണ പോലെ അവസ്ഥ കണ്ടപ്പോൾ. അത് കാണുമ്പോൾ എന്താ കിട്ടുന്നത്? ഇപ്പം മാർക്കോ ആണെങ്കിലും ഓഫീസറാണെങ്കിലും ഇല്ല. പിന്നെ നമ്മുടെ ദിലീഷ് പോത്തന്റെ പടം ഉണ്ടല്ലോ, റൈഫിൾ ക്ലബ്ബ്, അതൊക്കെ എന്താണ് മലയാളികൾക്ക് കൊടുക്കുന്ന മെസ്സേജ്? എന്താ? അല്ല, എല്ലാത്തരം സിനിമകളും വേണ്ടേ? കാരണം വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വയലൻസ് സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കുറയ്ക്കുക, ഹോട്ട് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ സിനിമയിൽ വരാണ്ടിരിക്കുക. അല്ല, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറഞ്ഞു. ഏതൊക്കെ ടൈപ്പ് സിനിമയാണ് അപ്പൊ നമ്മുടെ മലയാളത്തിൽ വരേണ്ടത്? എനിക്ക് തോന്നുന്നു മൈ ബോസ് പോലത്തെ സിനിമകൾ വേണ്ടത്. മൈ ബോസ്, എന്താണ് കൊടുക്കുന്നത് പ്രേക്ഷകർക്ക്? അതിൽ നമുക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന രസകരമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അത് ആൾക്കാരെ ചിരിപ്പെടുത്തുന്നുണ്ട്. അതേപോലത്തെ ടൈപ്പ് ഓഫ് മൂവീസ് ആണ്. എപ്പോഴൊന്നുമല്ല, അല്ലെങ്കിൽ ഒരാള് 10 പേര് ഇടിക്കാൻ പറയുമ്പോൾ തെറിച്ച് വീകുന്നു, അതൊക്കെ കുഴപ്പമില്ല. ഈ കൊലപാതകം, മിസ്റ്ററി ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ അത് ബ്രൂട്ടലായിട്ട് കാണിക്കുന്നത് തെറ്റാണ്. സർട്ടിഫിക്കറ്റ് ഓക്കെ, പക്ഷേ അത് ആൾക്കാരെ അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരുപാട് കൊലപാതകം നടക്കുന്നില്ലേ? നല്ലത് എടുക്കാം, ചീത്ത എടുക്കാലോ. അത് അങ്ങനെ ചെയ്യാതിരിക്കാമെന്ന് പറഞ്ഞെടുക്കാലോ. ഐ മീൻ, ഇപ്പൊ ഒരാളെ കൊല്ലണം എന്നിട്ട് അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളൂല,
എന്ന് ചിന്തിക്കാലോ, രണ്ടു തരവും ചിന്തിക്കാലോ. എന്നെയും പണ്ടൊരു പെണ്ണ് ബസ്സിൽ വെച്ചില് സ്കൂൾ ബസ്സിൽ വെച്ച് എന്നെ കയറി മാനസികമായിട്ട് ഉപദ്രവിച്ചല്ലോ, ഇടിച്ചല്ലോ, ആക്രമണം നടത്തിയല്ലോ പെണ്ണിനെ. പെണ്ണ് പിന്നെ ഇടിച്ച്. ആ, പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അപ്പൊ അതൊക്കെ തെറ്റല്ലേ? സ്ത്രീകൾക്കൊരു നിയമം പുരുഷന്മാർക്കൊരു നിയമം ഒക്കെ പറഞ്ഞ് ഉണ്ട് ഇപ്പോഴും. പുരുഷന്മാര് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ്, സ്ത്രീകൾക്ക് എന്തുമാകാം. 5ാം ക്ലാസ്സിൽ വെച്ച് നിന്നെ ബസ്സിൽ കയറി ഒരു പെണ്ണ് ബസ്സിൽ കയറിയല്ല, ബസ്സിൽ വെച്ചിട്ട് ഒരു പെണ്ണ് ഇടിച്ചു. അപ്പൊ നീ തിരിച്ചൊന്നും ചെയ്തില്ല, പിച്ചു മാന്തൊന്നും ചെയ്തില്ല. നമ്മള് മറ്റേ ദിലീപേട്ടനെ പോലെയല്ലേ, മേരിക്കൊണ്ട് കുഞ്ഞാണുള്ള ദിലീപേട്ടന്റെ ക്യാരക്ടർ അല്ലേ സോളവൻ, MG സോളവൻ. ആ ക്യാരക്ടറാ പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ സ്പടിയത്തിലെ അല്ല, മിസ്റ്റർ മരുമോൻ സിനിമയിലെ ദിലീപേട്ടനെ പോലെ ഉടുക്കടി സാരി ആ ഒരു ദേഷ്യം. പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് താങ്കൾ അങ്ങനെയാന്നല്ലോ. മറ്റേ വിഷ്ണു കൊച്ചിക്കാരനൊക്കെ പറഞ്ഞില്ലേ, അലക്കി കൊടുക്കും, മറ്റേ ഡ്രസ് കഴുകി കൊടുക്കും. അതൊക്കെ ഫാമിലി ലൈഫിലല്ലേ, ഫാമിലി ലൈഫിൽ ചിലപ്പോ ചെയ്യുകയോ ചെയ്യാണ്ടിരിക്കുമെന്ന് തോന്നുന്നു. അതൊക്കെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഭാര്യക്ക് മാത്രം ഉള്ളൊരു ഉത്തരവാദിത്വം അല്ല വീട്ടു ജോലി എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ എമ്പുരാന്റെ റിവ്യൂ ഒരു പ്രതീക്ഷിക്കാമോ താങ്കളുടെ? ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും റിവ്യൂ വേണമെങ്കിൽ നമുക്ക് രാജുവേട്ടനൊക്കെ നിർബന്ധിച്ചാല് അണ്ണിപ്പെരുമാണ്ട് കോള് വന്നാ നോക്കായിരിക്കും. ഇൻസ്റ്റയിലുണ്ടല്ലോ, വാട്സാപ്പിൽ അണ്ണിപ്പെരുമാൻ മെസ്സേജ് ആയിരിക്കും.